ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിൽ ക്രിസ്ത്യാനിത്വം കഴിഞ്ഞ 300 വർഷത്തിലേറെയായി ആഴമായി വേരൂന്നിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഡാനിഷ് ലൂതറൻ മിഷണറിമാരിലൂടെ ക്രിസ്ത്യാനിത്വം ഇവിടെ വ്യാപിച്ചു. ഇന്ന് ഗ്രീൻലാൻഡിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. ഈ രാജ്യം ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ സ്വയംഭരണ പ്രദേശമായിരുന്നാലും ഇവിടെ മതസ്വാതന്ത്ര്യം പൂർണ്ണമായും ഉറപ്പാക്കിയിരിക്കുന്നു. ഗ്രീൻലാൻഡിലെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ചർച്ച് ഓഫ് ഡെൻമാർക്ക് ലൂതറൻ സഭയുമായി ബന്ധപ്പെട്ടവരാണ്. അവർ തങ്ങളുടെ മാതൃഭാഷയായ ഗ്രീൻലാൻഡിക് ഭാഷയിലാണ് ആരാധനകൾ നടത്തുന്നത്. ഇനുയിറ്റ് സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾ തങ്ങളുടെ പരമ്പരാഗത സംസ്കാരത്തോടൊപ്പം ക്രിസ്തീയ വിശ്വാസം ഐക്യപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായി ജീവിതം നയിക്കുന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡനം നേരിടുന്ന സാഹചര്യത്തിൽ ഗ്രീൻലാൻഡിൽ ക്രിസ്ത്യാനികൾ ഏതൊരു ഭീഷണിയുമില്ലാതെ സമാധാനത്തോടെയും മതസ്വാതന്ത്ര്യത്തോടെയും അവരുടെ വിശ്വാസം സ്വതന്ത്രമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ 2019-ൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതെന്ന വിഷയം ആഗോള ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും അതൊരു രാഷ്ട്രീയ ചർച്ചയായിരുന്നുവേ അല്ലാതെ ഗ്രീൻലാൻഡിലെ ക്രിസ്ത്യാനികളുടെ സമാധാനപരമായ ജീവിതത്തിലും മതസ്വാതന്ത്ര്യത്തിലും യാതൊരു ബാധകതയും ഉണ്ടാക്കിയില്ല എന്നതാണ് ശ്രദ്ധേയമായത്.